എല്ലാവർക്കും മുത്തശ്ശി കഥകളിലേക്ക് സ്വാഗതം. നമുക്ക് പുതിയൊരു കഥ കേൾക്കാം. ഒരൈതിഹ്യമാണ്. ഒരു വിഷവൈദ്യൻ ഉണ്ടായിരുന്നു കോഴിക്കോട് ഭാഗത്ത്. ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരു വിഷവൈദ്യനായിരുന്നു അദ്ദേഹം. ആർക്കെങ്കിലും വിഷം തീണ്ടിയിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ വിഷം ഇറക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുക പതിവില്ല. വിഷഭയം ഉള്ളവരെ, വിഷം തീണ്ടി എന്ന് തോന്നുന്നവരെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് വിഷമിറക്കിച്ച് കൊണ്ടുപോവുകയാണ് പതിവ്. അദ്ദേഹം അതിനായിട്ട് യാതൊന്നും പ്രതിഫലമായിട്ട് വാങ്ങാറുമില്ല. എന്നാലും ജനങ്ങളിങ്ങനെ എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ധാരാളം പണം കൊണ്ട് കൊടുത്തിരുന്നു. അദ്ദേഹം അത് വേണമെന്ന് അദ്ദേഹത്തിന് തോന്നാറില്ല. എന്നാലും ആ വിഷം തീണ്ടിയ ആൾ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ ഒരു സന്തോഷം അവർ പ്രകടിപ്പിക്കാറുണ്ട് എന്നർത്ഥം. അങ്ങനെ അദ്ദേഹം അങ്ങനെ വലിയ ധനവാനായി തീർന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ പിന്നെ വിഷവൈദ്യം പഠിക്കാനായിട്ടും ഒക്കെ ഒരുപാട് ആളുകൾ ചെന്നോർക്കൊക്കെ അദ്ദേഹം ഓരോ ദിവ്യമന്ത്രം ഉപദേശിച്ച് വിടാറാണ് പതിവ് എന്നാണ് പറയണത്. ആ വിഷവൈദ്യൻ താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് ഒരു വീടുണ്ടായിരുന്നു. അവിടെ കൊച്ചിരാമൻ എന്ന് പേരുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. ആ അവൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ നല്ല ദാരിദ്ര്യമാണ്, കഷ്ടപ്പെട്ടാണ് കഴിഞ്ഞുകൂടുന്നത് അവർ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ദാരിദ്ര്യം സഹിക്കാൻ വയ്യാണ്ടായിട്ട് ഈ കൊച്ചിരാമൻ എന്ത് വിചാരിച്ചു, എനിക്കും പഠിക്കണം വിഷവൈദ്യം. അവനാണെങ്കിൽ മോഹം ആണ്, വിഷവൈദ്യം പഠിക്കാം, എന്നാൽ ഒരുപാട് കാശ് കിട്ടുമല്ലോ എന്നൊക്കെ ആയിരിക്കും വിചാരിച്ചത്. അവനാണെങ്കിൽ ഒരു അക്ഷരജ്ഞാനം പോലും ഇല്ല, തറ പഠിച്ചിട്ടില്ല എന്നാണ്. എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല. അങ്ങനെ ഒരാളായിരുന്നു ഈ പയ്യൻ. അങ്ങനെ ഈ മോഹം തോന്നി തുടങ്ങി കഴിഞ്ഞപ്പോൾ കൊച്ചുരാമൻ ഒരു ദിവസം ആ വൈദ്യൻ്റെ ശിഷ്യന്മാരെയൊക്കെ കണ്ടു. ഈ വിഷവൈദ്യം പഠിക്കാൻ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് വേണ്ടേ എന്നൊക്കെ ചോദിച്ചു അവരോട് സംശയം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, വിഷവൈദ്യം പഠിക്കണം എന്ന് മോഹമുള്ളവർ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് എന്നെ കൂടി വിഷവൈദ്യം പഠിപ്പിക്കണം എന്ന് ഗുരുവിനോട് അപേക്ഷിക്കണം. അവനോന് പറ്റുന്നത് പോലെ എന്തെങ്കിലും ദക്ഷിണയും ചെയ്യണം. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്യും, ഒരു മന്ത്രം ഉപദേശിച്ച് തരും. ആ മന്ത്രം ഭക്തിയോടുകൂടി അക്ഷരലക്ഷം ജപിച്ച് അതിന് മന്ത്രസിദ്ധി വരുത്തണം. അങ്ങനെ ആ മന്ത്രം ജപിച്ച് ഒരു വെള്ളം ഓതി ഈ വിഷം തീണ്ടിയ ആളെ തളിക്കുകയോ അല്ലെങ്കിൽ ഒരു ഭസ്മം ജപിച്ചിടുവോ എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ വിഷം ഇറങ്ങും. അങ്ങനെയാണ് പതിവ് എന്ന് പറഞ്ഞു ആ ശിഷ്യന്മാർ. ഇത് കേട്ടപ്പോൾ കൊച്ചുരാമൻ വലിയ സന്തോഷമായി. വേറൊന്നും വേണ്ടല്ലോ, ഒരു മന്ത്രം പറഞ്ഞു തരും, അത് പഠിക്കണം, അത് അക്ഷരലക്ഷം ഉരുക്കഴിക്കണം. ഇപ്പോൾ 4 അക്ഷരമുള്ളൊരു മന്ത്രമാണെങ്കിൽ 4 ലക്ഷം ജപിക്കണം. അതാണ് അക്ഷരലക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അത് വലിയ പ്രയാസമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചു ഈ കൊച്ചുരാമൻ. എന്നാലും തൽക്കാലം ദക്ഷിണ കൊടുക്കാൻ ഒന്നും കയ്യിലില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് അവനിങ്ങനെ ഒരു വിഷമായി. അങ്ങനെ നടക്കുമ്പോൾ കണ്ടു, അവൻ്റെ പെരയുടെ മുകളിൽ ഒരു കുമ്പളം കയറി പടർന്ന് കിടപ്പുണ്ടായിരുന്നു. അതിന്മേലുണ്ടായിരുന്നു ഒരു 5-6 കായും കുമ്പളങ്ങി. തൽക്കാലം അവൻ വിചാരിച്ചു, ഇത് പറിച്ചിട്ട് ഗുരുവിന് കൊടുക്കാം എന്ന് വിചാരിച്ചു. അവൻ അന്ന് തന്നെ അതെല്ലാം പറിച്ച് കെട്ടി എടുത്തു വെച്ചു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ പോയി മറ്റുള്ള ശിഷ്യന്മാരൊക്കെ വന്ന് കൂടണേൻ്റെ മുമ്പേ തന്നെ ഉപദേശം വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് പിറ്റേ ദിവസം വെളിച്ചം വരുന്നതിന് മുമ്പേ തന്നെ അവൻ എണീറ്റ് ഗുരുവിൻ്റെ വീട്ടിലെത്തി. വൈദ്യൻ എന്ത് ചെയ്തു, ഉണർന്ന് വെളുപ്പാങ്കാലത്ത് ചെന്നു. വെളുപ്പാങ്കാലത്ത് ഈ കുമ്പളങ്ങയും കൊണ്ട് വൈദ്യൻ്റെ വീട്ടിലെത്തി. വൈദ്യനെ ഉണർന്ന് എണീറ്റിട്ട് പുറത്ത് വന്നപ്പോൾ ഉണ്ട് കൊച്ചുരാമൻ
കുമ്പളങ്ങയുടെ ചുമടും വൈദ്യൻ്റെ മുമ്പിൽ അങ്ങോട്ട് വെച്ച് താണ് തൊഴുതു വൈദ്യനെ കണ്ടപ്പോൾ. അപ്പം നീ എന്തിനാ വന്നത് എന്ന് ചോദിച്ചു വൈദ്യർ. എന്നെ കൂടി വിഷവൈദ്യം പഠിപ്പിക്കണം എന്ന് പറഞ്ഞു കൊച്ചുരാമൻ. അപ്പം അത് കേട്ടിട്ട് വൈദ്യൻ അതിന് വിഡ്ഢി കുശുമാണ്ട എന്തിനാ എന്ന് ചോദിച്ചു. ഇപ്പോൾ വിഷവൈദ്യം പഠിക്കാനുള്ള ആ ഒരു ധൃതിയും പരിഭ്രമവും ഒക്കെ കൊണ്ട് കൊച്ചുരാമൻ ഈ വൈദ്യം പറഞ്ഞത് മുഴുവനൊന്നും കേട്ടില്ല. വിഡ്ഢി കുശുമാണ്ടം എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. അവൻ അത് മന്ത്രമാണ്, അതാണ് മന്ത്രം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് അങ്ങനെ ഉപദേശം കിട്ടി എന്നാണ് അവൻ്റെ ഒരു ധാരണ ഉണ്ടായത്. അവൻ ഒരു മറുപടി ഒന്നും മിണ്ടാതെ വൈദ്യനെ ഒന്നുകൂടെ താണ് തൊഴുതിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി. നേരം വെളുത്തപ്പോഴേ വിഡ്ഢി എന്ന് വിളിച്ചതുകൊണ്ടാണ് ഈ കൊച്ചുരാമ മുഷിഞ്ഞ് അവന് ഇഷ്ടമായിട്ടുണ്ടാവില്ല. വിഡ്ഢി രാവിലെ വന്നപ്പോൾ തന്നെ വിഡ്ഢി എന്ന് വിളിച്ചത് അവന് വലിയ വിഷമായി കാണും. അതുകൊണ്ടായിരിക്കും അവനൊന്നും മിണ്ടാതെ പോയത് എന്നൊക്കെ വൈദ്യരും വിചാരിച്ചു. അവനെന്ത് ചെയ്തു? കൊച്ചുരാമൻ അവൻ്റെ വീട്ടിൽ ചെന്നു, കുളിച്ചു, നല്ലൊരു വിളക്കൊക്കെ കൊളുത്തി വെച്ച് അതിൻ്റെ മുമ്പിലിരുന്ന് ജപിക്കാൻ തുടങ്ങി മന്ത്രം. അങ്ങനെ ഈ മന്ത്രത്തിന് 5 അക്ഷരമുണ്ടല്ലോ, വിഡ്ഢി കുശുമാണ്ടം 5 അക്ഷരമുണ്ട്. ഇവൻ ഈ വിഡ്ഢി കുശുമാണ്ടം ഇങ്ങനെ ജപിച്ചു 5 ലക്ഷം ഉരുക്കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവന് നല്ല ദൃഢമായിട്ടൊരു വിശ്വാസം വന്നു, ഞാൻ ഇപ്പം നല്ലൊരു വിഷവൈദ്യനായി മാറി എന്ന് അവൻ നല്ലൊരു വിശ്വാസം. സാധാരണ വിഷവൈദ്യൻ വിഷം ഇറക്കാനായിട്ട് അങ്ങോട്ട് പോവുക പതിവില്ല, ഈ ഗുരുവും പോവാറ് പതിവില്ല എന്ന് പറഞ്ഞല്ലോ. ഈ പാമ്പാണെങ്കിൽ എങ്ങനെയാ, സർപ്പങ്ങളാണെങ്കിൽ എങ്ങനെയാ, അങ്ങോട്ട് ചെന്ന് കടിക്കുകയൊന്നുമില്ല. അതിനെ ചവിട്ടുവോ, അതിന് വേദനിച്ചാൽ അത് തിരിഞ്ഞു കൊത്തും, അങ്ങനെയല്ലേ പതിവ്. അതിനെ ഉപദ്രവിക്കാതിരുന്നാൽ അത് നമ്മളെ ഒന്നും ചെയ്യില്ല, വേദനിച്ചാൽ വെറുതെ വിടുകയില്ല. അപ്പോൾ ഈ അങ്ങോട്ട് ചെന്ന് കടിക്കില്ല, ചെന്ന് വിഷം ഇറക്കുകയില്ല. അങ്ങനെയാണ് സർപ്പങ്ങളും ഈ വിഷവൈദ്യന്മാരും തമ്മിൽ സത്യം ചെയ്തിട്ടുണ്ട് എന്നാണ് ചൊല്ല്. എന്നാൽ ഈ കൊച്ചുരാമൻ ഇതൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല, അവനിതൊന്നും അറിയില്ല. അങ്ങോട്ട് ചെന്ന് വിഷം ഇറക്കാറില്ല എന്നൊന്നും അവനറിയില്ല. എവിടെയെങ്കിലും വിഷം തീണ്ടി എന്ന് കേൾക്കുമ്പോൾ അപ്പം കൊച്ചുരാമൻ അവിടെ എത്തും, ഈ പറഞ്ഞ മന്ത്രം ചൊല്ലും. മന്ത്രം ചൊല്ലിയിട്ട് വെള്ളം ഊതി ഒഴിക്കും, വിഷം ഇറക്കും. അങ്ങനെ ആദ്യം കുറച്ച് ദിവസമൊന്നും ഈ അവൻ്റെ വൈദ്യത്തിൽ ആർക്കും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരും ഇങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അനുഭവമായി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശ്വാസം വന്നു അവൻ്റെ ഈ വൈദ്യത്തിൽ. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും കൊച്ചുരാമൻ വൈദ്യൻ എന്നുള്ള പേര് പ്രസിദ്ധമായി. കൊച്ചുരാമൻ വൈദ്യനായി കൊച്ചുരാമൻ. അങ്ങനെ വിഷഭയം ഉണ്ടാകുന്ന എല്ലായിടത്തേക്കും ആളുകൾ വന്ന് ഇങ്ങനെ വിളിച്ചു കൊണ്ട് പോകാൻ തുടങ്ങി കൊച്ചുരാമനെ. അവന് അങ്ങനെ ധാരാളം പണവും കിട്ടാൻ തുടങ്ങി. വിഷം ഇറക്കിയാൽ അതിനൊന്നും വാങ്ങാൻ പാടില്ല എന്നൊന്നും കൊച്ചുരാമന് തോന്നിയിട്ടില്ല. അവൻ അതൊന്നും കാര്യമാക്കാറില്ല. അവൻ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ദാരിദ്ര്യമാണ്, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കിട്ടുന്ന കാശൊക്കെ അവൻ വാങ്ങുകയും ചെയ്തിരുന്നു. ഇങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവൻ്റെ ദാരിദ്ര്യമൊക്കെ മാറി. അതുമല്ല, നല്ലൊരു മാളിക വീടും ഒക്കെ അവൻ ഉണ്ടാക്കി കിട്ടണ കാശും കൊണ്ട് വലിയ സമ്പന്നനായി. അപ്പോൾ വീടൊക്കെ ഉണ്ടാക്കി, വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചു. അങ്ങനെ സുഖമായി അവന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോഴിക്കോട് സാമൂതിരിപ്പാടിന് വിഷം തീണ്ടി എന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സാമൂതിരിപ്പാടിന് വിഷം തീണ്ടി. അപ്പോൾ ഒരുപാട് വിഷവൈദ്യന്മാർ അങ്ങനെ പഠിച്ച പണി 18 നോക്കിയിട്ടും വിഷം ഇറങ്ങിയില്ല എന്നാണ് പറയണത്. 3-ാം ദിവസം ആയപ്പോഴേക്കും തമ്പുരാനെ നിലത്തിറക്കി സംസ്കാരം ചെയ്യാൻ വേണ്ടുന്ന ആ വട്ടങ്ങളൊക്കെ കൂട്ടാൻ തുടങ്ങി. എല്ലാവരും കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. കഴിഞ്ഞ പോലെയായി, ഏകദേശം കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നൊക്കെ ആണ് എല്ലാവരും പറഞ്ഞു തുടങ്ങി. അപ്പോഴാണ്
അവിടെ ചെന്ന ചിലർ പറഞ്ഞു, ആ കൊച്ചുരാമ വൈദ്യനെയും കൂടി ഒന്ന് കൊണ്ടുവരായിരുന്നു എന്ന് ചിലരൊക്കെ ഇങ്ങനെ ഒരഭിപ്രായം പറഞ്ഞു. അങ്ങനെ അയാളെ കൂടി ഒന്ന് കൊണ്ടുവന്ന് നോക്കാമായിരുന്നില്ലേ എന്നൊക്കെ അഭിപ്രായം പറഞ്ഞപ്പോൾ, ഇനിയിപ്പോൾ ആരെയും കാണിച്ചിട്ടൊന്നും പ്രയോജനമില്ല, ഇവിടെ കഥ കഴിഞ്ഞു എന്നൊക്കെ ചിലർ പറഞ്ഞു. എന്നാലും ഒടുക്കം കൊച്ചുരാമനെ വരുത്തണം എന്ന് ചിലരൊക്കെ അങ്ങോട്ട് തീർച്ചപ്പെടുത്തി അയാളെ കൊണ്ടുവരാൻ ആളെ അയച്ചു. കേട്ടപ്പോൾ തന്നെ കൊച്ചുരാമൻ ആ ചെന്ന ആൾക്കാരുടെ കൂടെ വന്നു കേട്ടോ, ഓടി വന്നു. അവർ ചെന്ന് കൊച്ചുരാമൻ വൈദ്യനെ വിവരം പറഞ്ഞ് വൈദ്യൻ അപ്പം തന്നെ എത്തി. വൈദ്യൻ വന്നു. തമ്പുരാനെ കണ്ട ഉടനെ കോവിലകത്ത് ഉള്ള ഈ ദേഹണ്ണത്തിന് കുട്ടിപ്പട്ടർ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് കുറച്ച് കഞ്ഞി ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ വിഷവൈദ്യന്മാരും അവിടെ ഉണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആ വിഷവൈദ്യന്മാരൊക്കെ അതെന്തിനാ എന്ന് ചോദിച്ചു. അപ്പോൾ കൊച്ചുരാമൻ പറഞ്ഞു, തിരുമനസ് കൊണ്ട് അമൃതേത്ത് കഴിച്ചിട്ട് 2-3 ദിവസമായില്ലേ, വിഷം ഇറങ്ങുമ്പോൾ ഇവിടത്തേക്ക് നല്ല ക്ഷീണവും വിശപ്പും ഒക്കെ ഉണ്ടാവും, അപ്പോൾ കൊടുക്കാനാണ് കഞ്ഞി എന്ന് പറഞ്ഞു കൊച്ചുരാമൻ. അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛം. അവർ പുച്ഛിച്ച് ചിരിച്ചു. തമ്പുരാൻ്റെ കഥ കഴിഞ്ഞു എന്നാണ് അവിടെയുള്ള വിഷവൈദ്യന്മാരും നാട്ടുകാരും ഒക്കെ പറയണത്. അതാണ് അവരുടെ വിശ്വാസം. അല്ലെങ്കിൽ പിന്നെ നിലത്തിറക്കി കിടത്തില്ലല്ലോ. അങ്ങനെ കൊച്ചുരാമൻ വൈദ്യൻ കുറച്ച് വെള്ളം എടുത്തു. ഏതാ മന്ത്രം, വിഡ്ഢി കുശ്മാണ്ഡം എന്ന് 108 തവണ ജപിച്ചു. തമ്പുരാൻ്റെ മുഖത്തൊന്ന് തളിച്ചു. ഉടനെ തമ്പുരാൻ കണ്ണു തുറന്നു. അപ്പോൾ വൈദ്യൻ പിന്നെയും ഒരു 108 തവണയും കൂടി അതുപോലെ ജപിച്ചിട്ട് ഒന്നും കൂടിയും വെള്ളം തളിച്ചു. അപ്പോൾ തമ്പുരാൻ കയ്യും കാലും ഒക്കെ ഇളക്കാൻ തുടങ്ങി. മൂന്നാമതും ഇതുപോലെ 108 തവണ ജപിച്ച് വെള്ളം തളിച്ചു. അപ്പോഴേക്കും തമ്പുരാനുണ്ട് എണീറ്റിരുന്നു. കഞ്ഞി കുടിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്ക് ഇത്തിരി കഞ്ഞി തരുമോ എന്ന് പറഞ്ഞു. അപ്പം തന്നെ കഞ്ഞി കൊടുത്തു. തമ്പുരാൻ വയറ് നിറച്ച് കഞ്ഞി കഴിച്ചു, അമൃതേത്ത് കഴിച്ചു എന്നാണ് പറയണത്. ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ തമ്പുരാൻ ചോദിച്ചു, വിഷം ഇറക്കിയത് ആരാ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ ഇരിക്കണ കൊച്ചുരാമ വൈദ്യനാണേ വിഷം ഇറക്കിയത് എന്ന് പറഞ്ഞു ആ സേവകന്മാർ. അപ്പോൾ തമ്പുരാന് വലിയ സന്തോഷമായി. കൊച്ചുരാമ വൈദ്യന് 2 കൈക്കും വീരശൃംഖല ഇട്ടുകൊടുത്തു എന്നാണ് പറയണത്. അതുപോലെ 10,000 പവൻ, അതുപോലെ 10 കുത്ത് പട്ട്, ഇതൊക്കെ സമ്മാനമായിട്ട് കൊടുത്തു. എന്നിട്ട് വൈദ്യനെ എന്ത് ചെയ്തു, പല്ലക്കിൽ കയറ്റി വാദ്യഘോഷമൊക്കെ ആയിട്ട് അയാളുടെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചു. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും മറ്റുള്ള വിഷവൈദ്യന്മാർ അവിടെ നാണിച്ച് ലജ്ജയായിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അവർക്ക് എന്തത്ഭുതം ചെയ്തതെന്നറിയില്ല. അങ്ങനെ നിൽക്കുകയാണ് അവർ. അവർക്ക് ഒരു പ്രയാസം, നമ്മളൊന്നും നോക്കിയിട്ട് പറ്റിയില്ലല്ലോ, ഇവൻ എന്ത് മായാജാല ചെയ്തതെന്നറിയില്ല. ആ വൈദ്യന്മാരുടെ കൂട്ടത്തിൽ ഈ കൊച്ചുരാമൻ വൈദ്യരുടെ ഗുരു ഉണ്ടായിരുന്നു. പക്ഷേ തിക്കും തിരക്കും കാരണം കൊച്ചുരാമൻ ആദ്യം ഗുരുവിനെ കണ്ടില്ല. ആ ഗുരുവിനറിയില്ല താൻ കാരണമാണ് ഈ കൊച്ചുരാമൻ ഇത്രയും കേമനായത് എന്നൊന്നും. അപ്പോൾ കൊച്ചുരാമൻ പണ്ട് കണ്ടപ്പോൾ തന്നെ വിഡ്ഢി എന്ന് വിളിച്ചില്ലേ ഞാൻ, അതുകൊണ്ട് അവൻ വിഷമിച്ച് എവിടെയോ പോയിട്ട് പഠിച്ച് ഈ ദിവ്യത്വമൊക്കെ വശാക്കി എന്നാണ് ഇപ്പോൾ ആ ഗുരു വിചാരിക്കണത്. അങ്ങനെ കൊച്ചുരാമനെ ഈ ഗുരു കണ്ടെങ്കിലും ഗുരുവിനെ കൊച്ചുരാമൻ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ സാമൂതിരിപ്പാടിൻ്റെ കൽപ്പന പ്രകാരം ഇങ്ങനെ പല്ലക്കിൽ കയറ്റിയെടുത്ത് പട്ടാളക്കാരാണ് കൊണ്ടുപോണത്. അകമ്പടിയായിട്ട് വാദ്യഘോഷവും ഒക്കെ ഉണ്ട്.
വീട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ പുറകെ ഒരുപാട് ജനങ്ങളും കോവിലത്തുനിന്ന് കൂടിയിരുന്ന ഈ വിഷവൈദ്യന്മാരും എല്ലാവരും പിന്നാലെ പോകുന്നുണ്ട്. ഈ വാദ്യഘോഷത്തിൻ്റെ കൊച്ചുരാമൻ്റെ പല്ലക്കിൻ്റെ പിന്നാലെ അങ്ങനെ പോകുമ്പോൾ കൊച്ചുരാമൻ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ ഉണ്ട് ആ ആൾക്കാരുടെ ഇടയിൽ ആ സ്വന്തം ഗുരുവിനെ അവൻ കണ്ടു ആ ആൾക്കാരുടെ ഇടയിൽ. അപ്പം തന്നെ ഉടൻ പല്ലക്ക് അവിടെ നിന്ന് ഇറക്കി വെക്കാൻ പറഞ്ഞു. പല്ലക്ക് നിർത്തൂ, എനിക്ക് ഇറക്കൂ എന്ന് പറഞ്ഞു. അപ്പം ചുമട്ടുകാർ പല്ലക്കൊക്കെ ഇറക്കി വെച്ചു. ഉടനെ കൊച്ചുരാമവൈദ്യൻ പല്ലക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് തനിക്ക് കിട്ടിയ ആ സമ്മാനങ്ങളെല്ലാം എടുത്ത് കൊണ്ടുപോയിട്ട് ആ ഗുരുവിൻ്റെ പാദത്തിൽ കൊണ്ടുചെന്ന് വെച്ചിട്ട് അവിടെ അങ്ങോട്ട് നമസ്കരിച്ചു. ഇത് കണ്ടപ്പോൾ ഈ ഗുരു അത്ഭുതമായി. എന്താത്, നീ എന്തായി കാണിക്കണത് എന്ന് ചോദിച്ചു. അപ്പോൾ കൊച്ചുരാമവൈദ്യൻ പറഞ്ഞു, ഇതെല്ലാം അവിടുത്തെ ഉപദേശവും അനുഗ്രഹവും കൊണ്ട് കിട്ടിയതാണ് എനിക്ക്. ഇതിനു മുമ്പും എനിക്ക് ഒരുപാട് പൈസയൊക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊന്നും എനിക്ക് അവിടത്തേക്ക് കൊണ്ടുവന്ന് തരാൻ പറ്റിയിട്ടില്ല, സാധിച്ചില്ല. അത് വിചാരിച്ചിട്ട് എന്നോടൊരു ഇത് തോന്നരുത് കേട്ടോ. എൻ്റെ പേരിലുള്ള എല്ലാ വീഴ്ചയും ഒക്കെ എല്ലാം ക്ഷമിച്ചിട്ട്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ക്ഷമിച്ചിട്ട് ഇതെല്ലാം അവിടുന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഞാൻ കൊച്ചുരാമനെ ഒന്നും ഉപദേശിച്ച് തന്നിട്ടില്ലല്ലോ. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഈ വിദ്യ ഉണ്ടല്ലോ, അത് എനിക്കൊന്ന് ഉപദേശിച്ച് പറയാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ എന്ന് പറഞ്ഞു കൊച്ചുരാമനോട് ഗുരു. അപ്പോൾ കൊച്ചുരാമൻ പറഞ്ഞു, അന്ന് എനിക്ക് അവിടെ നിന്ന് ഉപദേശിച്ച് തന്നിട്ടുള്ള ഒരു മന്ത്രമല്ലാതെ വേറെ യാതൊരു വിദ്യയില്ല. അതുകൊണ്ടാണ് ഞാനിതെല്ലാം സമ്പാദിച്ചത്. ഗുരു വിളിച്ചു, ഏത് മന്ത്രമാണ് ചോദിച്ചു. ഗുരുവിൻ്റെ ചെവിയിൽ പോയിട്ട് പറഞ്ഞു, വിഡ്ഢി കൂശ്മാണ്ഡം എന്ന്. ആ മന്ത്രം തന്നെയാണ്. അന്ന് എനിക്ക് ഉപദേശിച്ചു തന്നില്ലേ വിഡ്ഢി കൂശ്മാണ്ഡം എന്ന്. ആ മന്ത്രം തന്നെയാണ് ഞാൻ ജപിച്ചത്, വേറൊരു മന്ത്രം എനിക്കറിയില്ല തമ്പുരാനെ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗുരുവിന് അത്ഭുതമായി. അപ്പോൾ ഗുരു മനസ്സിൽ വിചാരിച്ചു, ഗുരുത്വം, ഭക്തിയും വിശ്വാസവും ഈ 3 കാര്യമാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഇത് 3 ഉണ്ടായാൽ ബാക്കി എല്ലാം തനിയെ ഉണ്ടാവും, തന്നെ സിദ്ധിക്കും എന്ന് ആ ഗുരുവിനപ്പോൾ ഒരു ബോധോദയം ഉണ്ടായി എന്നാണ് പറയണത്. നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും ഈ വിഡ്ഢി കുശ്മാണ്ഡം എന്ന്, അല്ലേ? അതിൻ്റെ കഥയാണ് ഇപ്പോൾ പറഞ്ഞത്. ആ വിഡ്ഢി കുശ്മാണ്ഡത്തിൻ്റെ കഥ ഇങ്ങനെയാണ്. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. കഥ കേൾക്കുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, എല്ലാം ചെയ്യൂ കേട്ടോ. അടുത്തൊരു കഥയായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.